ചേച്ചി നമസ്കാരം. നമസ്കാരം. ഇവിടുത്തെ ഒരു പ്രാധാന്യം ഒന്ന് പറഞ്ഞു തരാമോ? ഇവിടെ മഹിഷി വർദ്ധനത്തിന് എരുമേലി അയ്യപ്പൻ വന്നപ്പം വെളിച്ചം കണ്ട് കയറി വന്ന വീടായത്. ഈ വീട് പേട്ടയമ്പലം അന്ന് ഇവിടുത്തെ വകയായിരുന്നു. അന്ന് ഒരു മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശി പറഞ്ഞു, മോൻ ഇവിടെ കിടക്കണ്ട, പോയിക്കോ, ഇവിടെ ഉപദ്രവിക്കൂ എന്ന് പറഞ്ഞില്ല. ഇല്ലയെന്ന് പറഞ്ഞ് ഇവിടെ കിടന്നു. എന്നിട്ട് മനുഷ്യയെ നിഗ്രഹിച്ചേച്ച് ഓർമ്മയ്ക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ കൊടുത്തു വിട്ട വാള ഇത് എന്ന് പറയുന്നത് നമ്മൾ വന്ന ഒരു മരുമോളാണ് പറഞ്ഞു കേട്ടുള്ളത്. ഇപ്പോൾ മൂത്ത ചേട്ടൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ ഇപ്പോൾ ഉള്ള തലമുറയിൽ. പിന്നെ മക്കളും അതിൻ്റെ മക്കളും ഒക്കെ അവിടെ. നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശബരിമലയുടെ പ്രവേശന കവാടമായിട്ടാണ് എരുമേലിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തരുടെ പ്രധാന ആരാധനാ കേന്ദ്രവുമാണിവിടം. ശബരിമലയുടെയും അയ്യപ്പസ്വാമിയുടെയും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമായും എരുമേലി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. എരുമയുടെ ശിരസും മനുഷ്യസ്ത്രീയുടെ ഉടലുമായി ജനിച്ച മഹിഷി എന്ന ഭീകരരൂപിണിയെ അയ്യപ്പസ്വാമി വധിച്ചതിൻ്റെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് എരുമകൊല്ലി എന്നായിരുന്നു അത്രേ എരുമേലി പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അയ്യപ്പസ്വാമിയും വാവരസ്വാമിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളാൽ മതമൈത്രിക്ക് ഏറെ പേരുകേട്ട എരുമേലിയിൽ വന്നാൽ സന്ദർശിക്കേണ്ട പ്രധാന സ്ഥലങ്ങളാണ് എരുമേലി വലിയമ്പലം, കൊച്ചമ്പലം, വാവരുപള്ളി, അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച വാൾ സൂക്ഷിച്ചിരിക്കുന്ന പുത്തൻ വീട് എന്നിവ. ആദ്യത്തെ 3 സ്ഥലങ്ങളിലും ആളുകൾ ധാരാളമായി പോകുമെങ്കിലും അയ്യപ്പൻ്റെയും എരുമേലിയുടെയും കഥകളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന പുത്തൻ വീടിനെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അറിവുള്ളത്. എരുമേലി വഴിയുള്ള ശബരിമല യാത്രയിൽ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഇടം. എരുമേലി വലിയമ്പലത്തിനും കൊച്ചമ്പലത്തിനും ഇടയിലായിട്ടാണ് ഏതാണ്ട് 900 വർഷത്തോളം പഴക്കം കണക്കാക്കുന്ന പുത്തൻ വീട് സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ വാൾ ഇന്നും ഈ വീട്ടുകാർ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. മറ്റൊരത്ഭുതം, അയ്യപ്പസ്വാമി ആയോധനകല പഠിക്കാനെത്തിയ ആലപ്പുഴയിലെ മുഹമ്മ ചീരപ്പഞ്ചിറ കളരിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അയ്യപ്പൻ സമ്മാനിസായി പറയപ്പെടുന്ന ആ വാളും ഇവിടുത്തെ പുത്തൻ വീട്ടിലെ വാളും ഏതാണ്ട് ഒരേ രീതിയിലുള്ളത് തന്നെയാണ് എന്നതാണ്. നമുക്ക് ഈ പുത്തൻ വീടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊന്ന് മനസ്സിലാക്കാം. ഏകദേശം 800 വർഷങ്ങൾക്ക് മുൻപ് ഇവിടം നിബിഡ വനപ്രദേശമായിരുന്നു. പന്തള രാജ്യത്തുള്ള ഈ പ്രദേശത്ത് മഹിഷിയുടെ ഉപദ്രവം വളരെ ശക്തമായിരുന്നു. മഹിഷിയെ ഭയന്ന് വീടുകളിലെ ആണുങ്ങളെല്ലാം സ്ഥലം വിട്ടിരുന്നു. മഹിഷിയുടെ ഉപദ്രവത്തെ തടയുന്നതിനു വേണ്ടി പന്തളത്ത് രാജാവ് അയ്യപ്പനെയാണ് നിയോഗിച്ചത്. ഇതനുസരിച്ച് എരുമേലിക്ക് പുറപ്പെട്ട അയ്യപ്പസ്വാമി ഇവിടെ എത്തിയപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. അകലെയായി ഒരു വിളക്കിൻ്റെ പ്രകാശം കണ്ട് വീടാണെന്ന് മനസ്സിലാക്കിയ അയ്യപ്പസ്വാമി അങ്ങോട്ടേക്ക് ചെന്നു. തേജസ്വിയായ ഒരു യുവാവ് വീടിന് നേരെ നടന്നു വരുന്നത് ആ വീട്ടിലെ വല്യമ്മ കണ്ടു. അവിടെ ഈ വല്യമ്മയും ഒരു മകളും മാത്രമായിരുന്നു താമസം. കുലീനനായ യുവാവെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായതോടെ അയ്യപ്പനെ വല്യമ്മ സ്വീകരിച്ചിരുത്തി. താൻ ആരാണെന്നോ വരവിൻ്റെ ഉദ്ദേശ്യമോ ഒന്നും ഭഗവാൻ വെളിപ്പെടുത്തിയതുമില്ല. സംസാരിക്കുന്നതിനിടയിൽ മഹിഷി എന്നൊരു ഭീകരസത്വം ആ പ്രദേശത്ത് ചെയ്തു കൂട്ടുന്ന അക്രമങ്ങളെപ്പറ്റിയും മഹിഷിയെ ഭയന്ന് ആണുങ്ങളെല്ലാവരും സ്ഥലം വിട്ടിരിക്കുകയാണെന്നും അറിയിച്ചു. വിശന്നു വലഞ്ഞു വന്ന യുവാവിന് വല്യമ്മ ആഹാരവും വരാന്തയിൽ അന്തി ഉറങ്ങാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു. രാത്രിയിൽ പുറത്തിറങ്ങരുതെന്നും മഹിഷി കണ്ടാൽ അത് അപകടമാവുമെന്നും വല്യമ്മ മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അത് താൻ നോക്കിക്കോളാം, വല്യമ്മ വാതിലടച്ച് കിടന്നുകൊള്ളുവാനും യുവാവ് പറഞ്ഞു. രാത്രി വൈകിയപ്പോഴേക്കും അങ്ങ് വനത്തിനുള്ളിൽ നിന്നും മഹിഷിയുടെ അട്ടഹാസങ്ങൾ കേട്ടു തുടങ്ങി. വാളുമെടുത്ത് ശബ്ദകോലാഹലങ്ങൾ ലക്ഷ്യമാക്കി നടന്ന ഭഗവാൻ മഹിഷിയെ കണ്ടെത്തുകയും ഇരുവരും തമ്മിൽ നടന്ന ഘോര യുദ്ധത്തിനൊടുവിൽ മഹിഷിയെ വധിക്കുകയും ചെയ്തു. രക്തം പുരണ്ട വാൾ അടുത്തുള്ള ഒരു കുളത്തിൽ കഴുകി തിരികെ ആ വീട്ടിലേക്ക് തന്നെ എത്തി. അയ്യപ്പൻ ചോര പുരണ്ട വാൾ കഴുകി എന്ന് കരുതപ്പെടുന്ന ആ കുളം രുധിരക്കുളം അല്ലെങ്കിൽ ഉദരക്കുളം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതിപ്പോഴും എരുമേലിയിൽ കാണാം. പുറത്തെ ബഹളങ്ങളെല്ലാം കേട്ട് ഭയന്ന് പറച്ച വല്യമ്മയും മകളും വീടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. വരാന്തയിൽ കിടന്ന അതിഥിയുടെ കാര്യത്തിൽ ശങ്കയുണ്ടായെങ്കിലും
ഭയം മൂലം അവർ വാതിൽ തുറന്നില്ല. നേരം വെളുത്തപ്പോൾ ആകുലതയോടെ വാതിൽ തുറന്ന് പുറത്തു വന്ന വല്യമ്മയ്ക്ക് കാണാനായത് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന യുവാവിനെയാണ്. മഹിഷിയെ രാത്രിയിൽ വധിച്ച കാര്യവും ഇനി ഭയപ്പെടേണ്ടതില്ലെന്നും പറഞ്ഞ അയ്യപ്പസ്വാമി താൻ ആരാണെന്നും തൻ്റെ അവതാര ഉദ്ദേശങ്ങളിലൊന്നാണ് മഹിഷി നിഗ്രഹമെന്നതും വെളിപ്പെടുത്തി. ഇതൊക്കെ കേട്ട് ഭയഭക്തി ബഹുമാനങ്ങളോടെ തൊഴുതു നിന്ന വല്യമ്മയ്ക്ക് മഹിഷിയെ നിഗ്രഹിച്ച ആ വാൾ തൻ്റെ ഓർമ്മയ്ക്കായി തറവാട്ടിൽ സൂക്ഷിക്കുവാനും ആ വാൾ ഇവിടെയുള്ളിടത്തോളം കാലം എൻ്റെ സംരക്ഷണയിലായിരിക്കും ഈ കുടുംബമെന്നും അനുഗ്രഹിച്ചു. കൂടാതെ ഭഗവാനെ ആരാധിക്കുന്നതിനായി ഒരു ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തണമെന്നും അയ്യപ്പസ്വാമി നിർദ്ദേശിച്ചു. തുടർന്ന് കാലങ്ങൾക്ക് ശേഷം പന്തള രാജാവിൻ്റെ സഹായത്തോടെ പുത്തൻ വീട്ടുകാർ നിർമ്മിച്ച ക്ഷേത്രമാണ് എരുമേലി കൊച്ചമ്പലം. അയ്യപ്പസ്വാമി വില്ലും ശരവുമേന്തി യോദ്ധാവായി നിൽക്കുന്ന പ്രതിഷ്ഠയാണിവിടെ. അയ്യപ്പൻ സമ്മാനിച്ച ആ വാൾ ഇന്നും പുത്തൻ വീട്ടിലെ മുറിക്കുള്ളിൽ ഭദ്രമായിട്ട് അവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പുത്തൻ വീട്ടുകാരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എരുമേലി കൊച്ചമ്പലം ഇടക്കാലത്ത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചിരുന്നു. അയ്യപ്പൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുത്തൻ വീടും ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡ് സന്നദ്ധത കാണിച്ചെങ്കിലും വീട്ടുകാർ പക്ഷേ അതിന് തയ്യാറായില്ല. ഇടക്കാലത്തുണ്ടായ ഒരു ദേവപ്രശ്നത്തിൽ ഈ വീടിന് 900 വർഷത്തോളം പഴക്കമുള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. അയ്യപ്പ ചൈതന്യം വളരെ സജീവമായി തന്നെ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുവത്രേ. ഇവിടെ പൂജയൊന്നും പതിവില്ല, നിത്യവും വിളക്ക് വയ്പുണ്ട്. ഇത്രയും പ്രാധാന്യമുള്ള ഈ സങ്കേതത്തെക്കുറിച്ച് എരുമേലിയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് കാര്യമായ അറിവില്ല. അറിവുള്ള ആളുകൾ മാത്രം ഇവിടെ വരുമ്പോൾ സ്ഥിരമായി ദർശനം നടത്തും. വഴി ചോദിച്ചെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് നമുക്ക് എത്താനാവൂ. പരസ്യത്തിനായി വലിയ ബോർഡുകളോ ഒന്നും തന്നെയില്ല. പലരോടും ചോദിച്ചതിന് ശേഷമാണ് എനിക്കും ഇങ്ങോട്ടേക്ക് എത്താനായത്. വലിയമ്പലത്തിൽ നിന്നും കൊച്ചമ്പലത്തിലേക്കുള്ള വഴിയുടെ വലതുഭാഗത്തുള്ള ഒരു ഇടുങ്ങിയ ഭാഗത്തൂടി വേണം ഇങ്ങോട്ടേക്ക് എത്താൻ. മണ്ഡലകാലത്ത് സ്ഥാപിച്ച ഒരു ചെറിയ പോസ്റ്റർ കടയുടെ ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട്, അത്രമാത്രം. പരസ്യം ചെയ്തുള്ള വരുമാനം വേണ്ട എന്നാണ് അവരുടെ തീരുമാനം. അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയും ചെയ്തു. അയ്യപ്പനോട് പുത്തൻ വീട്ടുകാർ ഭക്തിയാദരപൂർവ്വം പെരുമാറിയതുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ പ്രതിഷ്ഠ കഴിഞ്ഞ കാലത്ത് നായാട്ടുവിളി എന്ന ചടങ്ങ് നടത്താനുള്ള അനുമതി ഈ കുടുംബക്കാർക്ക് കൊടുത്തതും. പള്ളിവേട്ട ദിവസം ശബരിമലയിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് ആലിൻ ചുവട്ടിൽ നിർത്തുമ്പോഴാണ് ഈ കുടുംബത്തിലെ ഒരംഗം മുന്നോട്ട് വന്ന് നായാട്ട് വിളിക്കുക. ഇപ്പോൾ ഈ ചടങ്ങ് നിലവിലുണ്ടോ എന്നറിയില്ല. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഈ പുത്തൻ വീടിന് 2011 ജൂലൈയിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ ഭാഗികമായ നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. തടികൊണ്ട് നിർമ്മിച്ച ഭിത്തിയും ചില ഭാഗങ്ങളുമൊക്കെ കത്തിപ്പോയി. എന്നാൽ വാൾ സൂക്ഷിച്ചിരുന്ന ഈ മുറിക്ക് മാത്രം കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. എരുമേലിയിലെ ഏറ്റവും പഴക്കം ചെന്ന ഈ വീടിൻ്റെ നിർമ്മാണ രീതി തന്നെ ഒരു പ്രത്യേകതയാണ്. കാട്ടുമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാനാവും 6 അടിയോളം ഉയരത്തിലാണ് തറ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. വീട്ടിലുള്ളവരെ പുറത്ത് കാണാൻ കഴിയാത്ത വിധം ഇറമ്പടി താഴ്ത്തി കെട്ടുകയും ചെയ്തിരിക്കുന്നു. പഴയ വീടുകളിലെ അറയും നിരയും സമ്പ്രദായമാണിതിന്. തറകളൊക്കെ ഇപ്പോഴും ചാണകം മെഴുകി ഭംഗിയാക്കിയിട്ടുണ്ട്. ആദ്യം പുല്ലുമേഞ്ഞ വീടായിരുന്നുവെങ്കിലും പിന്നീട് ഓല മേഞ്ഞു. പിന്നെ മേയുന്നതിനായി ഓലയുടെ ക്ഷാമവും നേരിട്ടപ്പോൾ മുകളിൽ കൂടി ഷീറ്റിട്ട് വീട് കുറച്ചുകൂടി സുരക്ഷിതമാക്കി. ഈ വീടിൻ്റെ പഴയ രീതി തന്നെ നിലനിർത്തി പുനർനിർമ്മിക്കാനാണ് ഇവരുടെ പദ്ധതി. പുത്തൻ വീടിൻ്റെ നിലവിലെ അവകാശിയായിരുന്ന PP ഗോപാലകൃഷ്ണപിള്ളയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ദിരചേച്ചിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ PP തങ്കപ്പൻ പിള്ളയുമാണ് ഈ വീടിൻ്റെ സംരക്ഷണം നടത്തിവരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും വന്നവരാണ് ഇവരുടെ പൂർവികർ എന്ന് പറയുന്നു. എരുമേലിയിൽ വന്നാൽ 2 ശാസ്താക്ഷേത്രങ്ങളാണുള്ളത്, വലിയമ്പലവും കൊച്ചമ്പലവും. കൊച്ചമ്പലം പുത്തൻ വീട്ടുകാർ അയ്യപ്പൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണെന്നാണ് ഐതിഹ്യം. പേട്ടതുള്ളൽ തുടങ്ങുന്നതും ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നും ആരംഭിച്ച് വാവരുപള്ളിയെ വലം വെച്ച് വലിയമ്പലത്തിലേക്ക് ആഘോഷമായി പാട്ടും നൃത്തവുമായി പോകും. വാവരുപള്ളിക്ക് തൊട്ട് മുൻപിലാണ് കൊച്ചമ്പലം സ്ഥിതി ചെയ്യുന്നത്. അമ്പലവും പള്ളിയും മുഖാമുഖം നിൽക്കുന്നു എന്നതാണ് എരുമേലിയുടെ ഒരു പ്രത്യേകത. കൊച്ചമ്പലത്തിന് മുൻപിലായി ഒരു ചെറിയ ഗോപുരമുണ്ട്. ഗോപുരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി വാവർ സ്വാമിയുടെയും കടുത്ത സ്വാമിയുടെയും ചെറിയ ശ്രീകോവിലുകൾ കാണാം. ഗോപുരത്തിനുള്ളിലേക്ക് ചെന്നാൽ അല്പം ഉയർന്ന ഭാഗത്താണ് ക്ഷേത്രം നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിന് എന്തോ ഒരു പ്രത്യേക ആകർഷണമുണ്ട്. പേര് പോലെ തന്നെ ഒരു കൊച്ചു ക്ഷേത്രം. അല്പം ഉയർന്ന ഭാഗത്ത് ചുറ്റുമതിലിനുള്ളിലായി ഒരു കൊച്ചു ശ്രീകോവിലും നടപ്പന്തലും തിടപ്പള്ളിയും ഉപദേവനായി ഒരു ഗണപതി പ്രതിഷ്ഠയും വടക്ക് ഭാഗത്തായി ഒരു കിണറും മാത്രം. മുൻപിലായി ഒരു വലിയ ആൽമരവും നിൽപ്പുണ്ട്. ഏത് സമയവും സുഖകരമായൊരു കാറ്റും. നഗരത്തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് തികച്ചും ശാന്തമായൊരിടം.
തീർത്ഥാടന സമയത്തല്ലാതെ ഇവിടെ വരുമ്പോഴാണ് ശരിക്കും നമുക്കത് ആസ്വദിക്കാനാവുക. അമ്പും വില്ലുമേന്തി യുദ്ധത്തിന് പോവാൻ തയ്യാറെടുക്കുന്ന യോദ്ധാവിൻ്റെ സങ്കല്പത്തിലാണ് അയ്യപ്പസ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കിഴക്കോട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം. ആൽച്ചുവട്ടിൽ കുറച്ച് നാഗപ്രതിഷ്ഠകളും കിഴക്ക് ഭാഗത്തായി തലപ്പാറ മലയുടെ ഒരു സ്ഥാനവുമുണ്ട്. ഇവിടുത്തെ വിശദമായ ഐതിഹ്യങ്ങളൊന്നും പക്ഷേ നിലവിൽ ലഭ്യമല്ല. AD 1500 കാലഘട്ടത്തിലാണ് ഇവിടെ പള്ളി ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു. തമിഴ്നാട്ടിൽ നിന്നും വന്ന കച്ചവടക്കാരായ റാവുത്തർ മുസ്ലിങ്ങളാണ് എരുമേലിയിലെ ആദ്യകാല കുടിയേറ്റ താമസക്കാർ. അവരാണ് തെക്കുംകൂർ രാജാവിൻ്റെ അനുവാദത്തോടെ ആദ്യത്തെ പള്ളി പണിതതെന്ന് കരുതപ്പെടുന്നു. പലപ്പോഴായി നടന്ന പല പുനരുദ്ധാരണങ്ങൾക്കും ശേഷം 1951 ഓടുമേഞ്ഞ മറ്റൊരു പള്ളി സ്ഥാപിക്കുന്നത്. വാവർ സ്വാമിക്ക് ഈ പള്ളിയുമായുള്ള ബന്ധത്തെ തുടർന്നാണ് നൈനാർ പള്ളിയെ വാവർ പള്ളി എന്നുകൂടി വിളിക്കുവാൻ കാരണമായത്. മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്യമായ എരുമേലിയുടെ ഹൃദയഭാഗത്തായി ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് ദർശനം നടത്താൻ പാകത്തിൽ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നു. ഉദയനൻ എന്ന കാട്ടുകൊള്ളക്കാരനെ നശിപ്പിക്കുന്നതിനായി അയ്യപ്പസ്വാമി സൈന്യവുമായി എരുമേലിയിലെത്തിയപ്പോൾ ആത്മമിത്രമായ വാവരും കൂട്ടരും പ്രഭാത നമസ്കാരങ്ങൾക്ക് ശേഷം ഈ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടാണ് അയ്യപ്പൻ്റെ സംഘവുമായി ചേർന്നതെന്നും ചരിത്രം. രണ്ട് വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട പടനായകരായ അയ്യപ്പനും വാവരും സന്ധിക്കാനിടയായ എരുമേലി പിന്നീടൊരു മതസാഹോദര്യത്തിൻ്റെ കേന്ദ്രമായി മാറി. ഇരു സമുദായാംഗങ്ങളും ഒരുമയോടെ സന്ധിക്കുന്ന ഇത്തരമൊരു പള്ളിയും അപൂർവമാണ്. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ക്ഷേത്രങ്ങളോടൊപ്പം ഇവിടെയും വന്ന് ദർശനം നടത്തി പോകുന്നത്. ഇവിടെ നിന്നും 1/2 കിലോമീറ്റർ മാറിയാണ് വലിയമ്പലം സ്ഥിതി ചെയ്യുന്നത്. മധ്യകേരളത്തിലെ പ്രധാന ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളം. ശബരിമലയുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിനും. വലിയ അലങ്കാരഗോപുരം കടന്ന് അകത്തേക്ക് ചെന്നാൽ ക്ഷേത്രത്തിന് മുൻവശം വരെ നീളത്തിൽ വലിയ നടപ്പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. ചുറ്റമ്പലവും കൊടിമര പ്രതിഷ്ഠയും ഒക്കെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മേജർ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന് മുൻപിലും വിശാലമായൊരു നടപ്പന്തലുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഭഗവതിയുടെ ഒരു ശ്രീകോവിലും അതിൻ്റെ കിഴക്ക് ഭാഗത്തായി വലിയൊരു ആൽമരവും അതിൻ്റെ ചുവട്ടിലായി നാഗപ്രതിഷ്ഠകളുമുണ്ട്. കുംഭമാസത്തിലെ ഉത്രം നാളിൽ ആറാട്ട് വരത്തക്കവണ്ണം കൊടിയേറി 10 ദിവസത്തെ ഉത്സവമാണിവിടെ. പണ്ട് റാന്നി കർത്താക്കന്മാരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ക്ഷേത്രമാണിതെന്ന് പറയപ്പെടുന്നു. പമ്പയാറ്റിൽ നിന്നും കിട്ടിയ വിഗ്രഹമാണത്രേ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 2 ക്ഷേത്രങ്ങളിലെയും താന്ത്രികാവകാശം താഴവൺ മഠത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദമായ ഐതിഹ്യ കഥകളും നിലവിൽ ലഭ്യമായിട്ടില്ല. സകലർക്കും ദ്രോഹം ചെയ്ത് മരിച്ചു നടന്നിരുന്ന മഹിഷിയെ നിഗ്രഹിച്ച് ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ പുണ്യഭൂമിയാണ് എരുമേലി. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പസ്വാമിയുടെ പരിവാരങ്ങൾ ആനന്ദ നൃത്തം ചെയ്തതിനെയാണത്രേ പേട്ടതുള്ളൽ സൂചിപ്പിക്കുന്നത്. ഒപ്പം ഉദയനെതിരായുള്ള അയ്യപ്പൻ്റെ പടനീക്കവും. എന്തായാലും ഈ കഥകളുടെയൊക്കെ ചുവട് പിടിച്ചാണ് പേട്ടതുള്ളൽ എന്ന ചടങ്ങ് നടക്കുന്നത്. അയ്യപ്പന്മാർ കൊച്ചമ്പലത്തിൽ നിന്നും തുടങ്ങി വാവരുപള്ളിയെ വലം വെച്ച് ആഘോഷമായി പേട്ടതുള്ളി വലിയമ്പലത്തിലെത്തി കൊച്ചരുവിയിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തി ഭഗവാനെ തൊഴുതാണ് പേട്ടതുള്ളൽ എന്ന ചടങ്ങ് അവസാനിപ്പിക്കുന്നത്. പുത്തൻവീടിൻ്റെ കഥകൾക്കൊപ്പം വളരെ ചുരുക്കത്തിൽ എരുമേലിയെപ്പറ്റി ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രം. എരുമേലിയിലും പരിസര പ്രദേശങ്ങളിലുമായി അയ്യപ്പനുമായി ബന്ധപ്പെട്ട കുറേ സ്ഥലങ്ങൾ കൂടിയുണ്ട്. അവിടുത്തെയൊക്കെ വിശദ വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ആ സ്ഥലങ്ങൾ കൂടി കാണാം. ഇനി തീർച്ചയായും എരുമേലിയിൽ ചെല്ലുമ്പോൾ അയ്യപ്പൻ്റെ വാൾ സൂക്ഷിച്ചിരിക്കുന്ന പുത്തൻവീട് കൂടി മറക്കാതെ സന്ദർശിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം.